നമസ്കാരം. മന്ത്രിസഭാ യോഗത്തിൽ വനം മന്ത്രി എ.കെ. ശശീന്ദ്രനും ചീഫ് സെക്രട്ടറി എ. ജയതിലകും തമ്മിൽ നടന്ന തർക്കം പരിഹരിക്കാനാകാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വന്യമൃഗ ആക്രമണം തടയുന്നതടക്കമുള്ള അടിയന്തര പ്രാധാന്യമുള്ള 3 കരട് ബില്ലുകൾ തർക്കത്തെ തുടർന്ന് ചീഫ് സെക്രട്ടറി മാറ്റിവെച്ചു. തർക്കമുള്ള ബില്ലുകൾ ചർച്ച ചെയ്യുന്നതിനായി മാത്രം ശനിയാഴ്ച മന്ത്രിസഭാ യോഗം കൂടാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്തിന്റെ സുപ്രധാന നിയമനിർമ്മാണങ്ങളിൽ ചീഫ് സെക്രട്ടറിയുടെ വിയോജിപ്പിനെ തുടർന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. വിവിധ വകുപ്പുകൾ പരിശോധിച്ച് മന്ത്രിമാർ അംഗീകാരം നൽകി മന്ത്രിസഭയുടെ അന്തിമ അനുമതിക്കായി എത്തിയ ബില്ലുകളിലാണ് ചീഫ് സെക്രട്ടറി തർക്കമുന്നയിച്ചത്. ബില്ലുകൾ പാസ്സാകാനാകാത്തതിൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ കടുത്ത അതൃപ്തി യോഗത്തിൽ പ്രകടിപ്പിച്ചു. തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ ബില്ലുകൾ മാത്രം ചർച്ച ചെയ്യുന്നതിനായി ശനിയാഴ്ച പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ കരട് ബില്ലുകൾ അവതരിപ്പിച്ചത്. വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി, ചന്ദനമരം മുറിക്കൽ, ഇക്കോ ടൂറിസം ബോർഡ് ബില്ലുകളായിരുന്നു അവ. ബില്ലുകളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചാണ് ചീഫ് സെക്രട്ടറി കുറിപ്പുകൾ എഴുതിയത്. ചന്ദനം എങ്ങനെ മുറിക്കും, എങ്ങനെ വിൽക്കും, വനത്തിലെ മാലിന്യത്തിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ചീഫ് സെക്രട്ടറി ഉന്നയിച്ചത്. ബില്ലുകൾക്ക് അംഗീകാരം നൽകിയ ശേഷം ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോഴാണ് ഇത്തരം വിശദാംശങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്നും അവസാന നിമിഷം ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് നിയമനിർമ്മാണം വൈകിപ്പിക്കാനാണെന്നും മന്ത്രി ആരോപിച്ചു. മനുഷ്യജീവന് ഭീഷണിയാകുന്ന കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങളെ വെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നതാണ് വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി. സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ഏറെ നാളായി ഉയരുന്ന ആവശ്യമാണിത്. കർഷകർ പട്ടയഭൂമിയിൽ നട്ടുവളർത്തിയ ചന്ദനമരങ്ങൾ മുറിച്ച് വനംവകുപ്പ് വഴി വിൽക്കാൻ അനുവദിക്കുന്നതാണ് ചന്ദനമരം മുറിക്കൽ ബില്ല്. നിലവിലെ നിയമക്കുരുക്കിൽ കർഷകർക്ക് തങ്ങൾ നട്ട മരം പോലും മുറിക്കാനാകാത്ത അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. സംസ്ഥാനത്ത് ഇക്കോ ടൂറിസം വികസനത്തിനായി പ്രത്യേക ബോർഡ് രൂപീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇക്കോ ടൂറിസം ബിൽ. ഇനി 3 ബില്ലുകളും ശനിയാഴ്ച ചേരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. മുൻപ് 20ഓളം ഇനങ്ങൾ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ 4-5 ഇനങ്ങൾ മാത്രമാണ് വരുന്നതെന്നും ഇത് ഭരണപരമായ കാര്യങ്ങളിൽ വേഗത കുറയ്ക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർക്കിടയിൽ അഭിപ്രായമുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ പുതിയ നടപടി ഈ ആരോപണത്തിന് ശക്തി കൂട്ടും. മന്ത്രിസഭ അംഗീകരിച്ചാലും ഗവർണറുടെ മുൻകൂർ അനുമതിയും കേന്ദ്രത്തിന്റെ അനുമതിയും ലഭിച്ചാൽ മാത്രമേ ഈ ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിക്കാനാകൂ. ഈ സാഹചര്യത്തിൽ മന്ത്രിസഭയിലെ കാലതാമസം നിയമനിർമ്മാണം വൈകിപ്പിക്കും.